ചാറ്റിങ്ങിൽ പരിചയപ്പെടുന്നവരെ പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്തോ അവനെ ഫ്രണ്ടായി കൂട്ടാൻ താല്പര്യം. ഒരുപക്ഷെ അവന്റെ അനാഥത്വമാണ് എന്നെ ആകർഷിച്ചതെന്ന് തോന്നുന്നു. എനിവേ, ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ ചില മുൻകരുതലുകൾ എടുത്തു. ഹായ്, എന്താ പേര്? ലക്ഷ്മി. അതൊരു കള്ളപ്പേരാണല്ലോ. സാരമില്ല, നമ്മളിപ്പോ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. You will have a tinge of distrust on me. Are you really an orphan? ശരിക്കും അനാഥനാണോ? മാതാപിതാക്കളും ബന്ധുക്കളും ഇല്ലാത്തവരെയാണല്ലോ നമ്മൾ അനാഥർ എന്ന് വിളിക്കുന്നത്. In that sense, I am an orphan. But I have lots of people to love me and to be loved. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ധാരാളം ആൾക്കാരുണ്ട് എനിക്ക്. ഓക്കെ, ലക്ഷ്മിയുടെ നാട് എവിടെയാണ്? See, Mr. Amir, നമ്മൾ ജസ്റ്റ് പരിചയപ്പെട്ടതേ ഉള്ളൂ. I can't reveal my identity. എന്റെ അഡ്രസ്, ഫോൺ നമ്പർ ഇതൊന്നും ചോദിക്കരുത്. ഞാൻ അങ്ങോട്ടും ചോദിക്കുന്നില്ല. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് താല്പര്യമുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ഡീൽ. നമ്മൾ രണ്ടുപേരും തൽക്കാലം നമ്മളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. until we feel so. That's cool. സത്യം പറഞ്ഞാൽ എനിക്ക് അമീറിനോട് അസൂയ തോന്നുന്നേ. You are a free bird. No responsibilities, no explanations. എന്ത് രസാ ജീവിതം. ലക്ഷ്മിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഡാഡിയും മമ്മിയും പിന്നൊരു അനിയനും. Are you not happy with your family? Yes, I am. No, you're not. അനാഥത്വം അനുഗ്രഹമാണെന്ന് ലക്ഷ്മി കരുതുന്നു. എനിക്കതൊരു ശാപമായിട്ടാണ് തോന്നുന്നത്. ഞാനത് അനുഭവിക്കുന്നവനാണ്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ഇവർ കൂടിയ കുടുംബം എൻ്റെ കാഴ്ചപ്പാടിൽ സ്വർഗമാണ്. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. മേ ബി ബിക്കോസ് ഓഫ് യുവർ എക്സ്പീരിയൻസ്. പഴമക്കാർ പറയാറില്ലേ, അക്കരെ പച്ച. My mom irritates me. എന്റെ മമ്മി എന്റെ എല്ലാ കാര്യങ്ങളും കയറി ഇടപെടും. ഈ അമ്മമാർക്കൊരു ധാരണയുണ്ട്, അവര് പറയുന്ന മാത്രമാ ശരിയെന്ന്. എപ്പോഴും ശകാരവും കുറ്റപ്പെടുത്തലും. അതെല്ലാ അമ്മമാരും ചെയ്യുന്നതല്ലേ? അതുപോലെ അല്ല ഇത്. See, it's difficult to explain. I need a space in my family. എന്തോ എനിക്കതൊന്നും മനസ്സിലാവില്ല. എൻ്റെ ജീവിതത്തിൽ I never compete. ഞാൻ ആരുമായും മത്സരിക്കാറില്ല. ജീവിതത്തെ എന്താ പറയുക, take life as it comes. That's my policy.